എത്ര? 4800. എൻ്റെ കൺഫേം ആണോ സാർ? ഒന്ന് വെയിറ്റ് ചെയ്യേ. ശരിയാണോ? ആ ശരിയാ. 200 ബാലൻസ്. ടിക്കറ്റ്. ഓ സോറി. ഈ ടിക്കറ്റ് കൺഫേം. അവസാനത്തെ ടിക്കറ്റാ. രണ്ടിടത്തായിട്ടാ സീറ്റ് കിട്ടിയത്. നമ്മളിവിടുന്ന് ചുറ്റിത്തിരിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേനും അവൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്താ നമ്മളൊരു ഉറപ്പ്? ഇതെല്ലാ കൊല്ലമുള്ള പരിപാടിയാ. ഇച്ച എന്തായാലും വരാതിരിക്കില്ല. എന്നാലും ചെറുക്കനോട് നേരിട്ട് ചോദിക്കാനുള്ള കാര്യത്തിന് അവൻ പറയില്ല ഓടിച്ച. നമ്മൾ വിചാരിച്ചതിനേക്കാളും മിടുക്കനായി പോയി അവൻ. പിന്നെയും കുറെ നുണകൾ കേൾക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പനും മോനും കൂടെ ചേർന്ന് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഹലോ, അമ്മ എന്താ പറയാതെ വന്നേ? ഹലോ അമ്മ. വിളിച്ചായിരുന്നു, നീ എടുത്തില്ല. അതെന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. എന്നാൽ ഈ വെള്ളങ്കണ്ണിപ്പോക്ക് നിങ്ങൾ എന്നോട് പറയാതെ പോയല്ലോ. ഒരു ദിവസത്തേക്കല്ലേ? അല്ല, അപ്പൊ കൊച്ചു അക്കച്ചേടത്തിന്റെ വീട്ടിലാക്കി. അമ്മയുടെ ശബ്ദത്തിന് എന്നാ ഒരു കനം? അവളുടെ ക്ലാസ് ആയിരിക്കും. പക്ഷെ എന്തേലും കൊടുത്തി തന്ന് കാണും അല്ലേ? ബസ്സിലാ? കുട്ടീസിനെന്ത്? ഹലോ, ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ കത്ത് വല്ലതും വന്നായിരുന്നോ? 2 ദിവസം മുമ്പ് വന്നിരുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഹലോ അമ്മ. മോന, ഇപ്പോഴത്തെ പിള്ളേര് നമ്മൾ പറയുന്നോട്ട് അവർക്കും മനസ്സിലാവില്ല, അവർ പറയുന്നോട്ട് നമുക്കും മനസ്സിലാവില്ല. എൻ്റെ മോൻ 12ലാ. അവൻ ഫ്രണ്ട്സായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ജോക്സ് കാണണം. കംപ്ലീറ്റ് നോളജ്. സീറ്റ് വേണേ പുഷ് ചെയ്യാം. റിലാക്സ്. ഓക്കെ. മോൾ അവിടെ പോയിരുന്നു. हाँ साहब, कहाँ जाना है? चलिए साहब, यही है टैक्सी. आइए आइए आइए, इस तरफ. വണ്ടി വേണ്ട 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 വണ്ടി വേണ്ട साहब, इनका रहने का इसका मसला नहीं है ना. बोल रहा हूँ सर, मैं अच्छे से हम लोग समझ लेंगे. चलिए വണ്ടി വേണ്ട വേണ്ട വേണ്ട. आइए अरे भाई, क्या कर रहे हो? क्या है? हैं? मेरे घर में आने वाले लोगों को तुम क्यों लेके जाते हो? हैं? तू जा. വണ്ടി ഒരുപാട് ലേറ്റ് ആയില്ലേ? ഞാനിവിടെ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ജാ. ഈ അവസ്ഥയിലെങ്ങാനും അവന്മാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ചിലവന്മാർ വിശ്വസിക്കാൻ പറ്റൂലേ? പറഞ്ഞു, നിങ്ങൾ ഈ മലയാളിയാന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ കയറി ഇടപെട്ടതേ. പറഞ്ഞു, എങ്ങോട്ടാ പോണ്ടേ? അല്ല, ഇതെൻ്റെ ടാക്സി. ഇനി ടാക്സി വേണ്ടെങ്കിൽ ഓട്ടോ അറേഞ്ച് ചെയ്ത് തരാം. എൻ്റെ ഫ്രണ്ട്സുണ്ട്. ആദ്യം ഞങ്ങൾക്കൊന്ന് പല്ല് തേക്കണം, കുളിക്കണം. ഏതെങ്കിലും തുണിക്കട കൊണ്ടു നിർത്തിയാൽ ഞങ്ങൾ മാറാനായിട്ടൊന്നും എടുത്തിട്ടില്ല. അതാ. എന്നാ പറയാം. ഇതിലിപ്പോ അല്ല, വരണം. മോള് വാ. मंसूर भाई. हाँ बोलो. ऐसा है, ये हमारा आदमी है भाई. इनको फ्रेश होने के लिए एक रूम चाहिए. ठीक है. पे करने के लिए रूम ऊपर है. 600 रुपये भाड़ा. 1 മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങാൻ നമുക്ക് താമസിക്കാനൊന്നും പറ്റില്ല. വരൂ, എനിക്ക് പരിചയമുള്ള സ്ഥലം ഇത്. വരണം സർ. एक रूम ले लिया है.
വാ മോളെ. ഈ ചെറിയ സെറ്റപ്പിൽ ഇതൊക്കെ ഉള്ളൂ. മോളെ ആ നോട്ടീസ് ഇങ്ങെടുത്തി. ഇതെവിടെയാണെന്നറിയാമോ? നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വന്നോ? അല്ല, പിന്നെ? ഇതെന്റെ മോനെ. ഈ സാറോ? ആ ഇതാദ്യം പറയണ്ട പക്ഷേ ആ. ഇദ്ദേഹം ഇവിടെ ഭയങ്കര ഫേമസ് അല്ലേ? എല്ലാ കൊല്ലം അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഞാനൊരു 10 രൂപ ട്രിപ്പ് ആൾക്കാരെ കൊണ്ട് അവിടെ പോകാറുണ്ട്. ഓ, ചേച്ചി? ഇത് മോന്റെ ഭാര്യ. ആ, നമസ്കാരം. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. അല്ല, ഇന്നെന്തായാലും ഞാൻ ഈ പ്രോഗ്രാം കണ്ടിട്ട് പോകും. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. അതെ, ഈ കാർണിവൽ ആവുമ്പോൾ പല ബീച്ചുകളിലായിട്ടാണ് പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു ഇത് ടൗൺ ഹാളിലാകാനാണ് സാധ്യത. അതോ കലാകാരനില്ല. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. ദാ, ശരി, ഫ്രഷാണ്. ഈ കഴിക്കാൻ എന്തെങ്കിലും ചേച്ചിക്ക് മാഷ്? അവന്റെ അടുത്ത് ചെന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. ശരി.